ഹായ്, എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ച് സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഓഫ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയാലോ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ യാത്ര ബസ്സിലാക്കാവുന്നു. അപ്പം നമ്മുടെ സ്കോട്ട്ലാൻഡിലെ ബസ്സിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇന്നൊന്ന് കാണാം. ഓക്കെ, അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പം നമ്മുടെ സിറ്റിയൊക്കെ അത്യാവശ്യം ലൈവായി തുടങ്ങിയിട്ടുണ്ട്. ജോലിക്ക് പോകാനുള്ള ആളുകളെ കൊണ്ടും സ്കൂളിൽ പോകുന്ന കുട്ടികളെ കൊണ്ടുമൊക്കെ നല്ല ലൈവായിട്ടുണ്ട്. ഇതാണ് നമ്മൾ പോകാൻ നിൽക്കുന്ന ബസ് സ്റ്റോപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ 2 ബസ് സ്റ്റോപ്പുണ്ട്, C1ഉം C2ഉം. പിന്നെ നമ്മളിവിടെ ബസ്സുകളെ കൂടുതലും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ബസ് നമ്പേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് പോകേണ്ടത് 23 എന്ന് പറയുന്ന ബസ്സിലാണ്. അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കി നമുക്ക് പോകേണ്ട സ്ഥലം നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് ബസ്സെന്ന്. നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ബസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബസ്സിന് ഡ്രൈവർ മാത്രമേ ഉള്ളൂ കേട്ടോ, കിളികളൊന്നുമില്ല. പിന്നെ എല്ലാ സീറ്റിൻ്റെ അടുത്തും നമുക്ക് ഇതുപോലൊരു സ്റ്റോപ്പ് ബസ്സറുണ്ട്. ഈ റെഡ് കളറിൽ കാണുന്ന സ്റ്റോപ്പ് ബസ്സറാണ്. അപ്പോൾ നമ്മൾ അവിടെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ നമുക്ക് ബസ് നിർത്തി തരും. അപ്പം നമ്മൾ കയറി വരുന്നിടത്ത് ഡ്രൈവറിൻ്റെ അടുത്തായിട്ട് തന്നെ കോൺടാക്ട്ലെസ് മെഷീൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ പേ ചെയ്ത് ടിക്കറ്റ് എടുക്കാം. ഞാൻ എടുത്തത് ഡേ റൈഡർ ടിക്കറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ദിവസം നമുക്ക് 24 അവേഴ്സിനുള്ളിൽ നമുക്ക് ഈ സിറ്റിക്കകത്ത് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. ഇനി വേറെ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. കമ്പാരിറ്റീവ്ലി ഇതൊരു ലാഭമുള്ള ഓപ്ഷനാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ ബസ്സിനും നമ്മൾ മിനിമം പേ കൊടുത്ത് ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ ജേണിയിലെ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ഗൂഗിൾ മാപ്പും കൂടെ നോക്കുന്നുണ്ട്. കാരണം നമ്മുടെ ജേണി ഓൾറെഡി നമ്മൾ ഈ ഗൂഗിൾ മാപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതും കൂടി ഇടയ്ക്കൊന്ന് വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടുത്തെ ബസ്സുകൾക്ക് കിളിയില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന സ്റ്റോപ്പ് എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചു പറയാനൊന്നും ആരുമില്ല. നമ്മുടെ സ്റ്റോപ്പ് എത്താൻ നമ്മൾ തന്നെ വെയിറ്റ് ചെയ്ത് വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റോപ്പ് ബസ് പാസ്സായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ബസ്സർ പ്രസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് അവിടെ നമുക്ക് ഡ്രൈവർ ബസ് സ്റ്റോപ്പ് ചെയ്ത് തരും. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് താങ്ക് യു പറയാനും പ്ലീസ് പറയാനും സോറി പറയാനും എക്സ്ക്യൂസ് മീ ചോദിക്കാനും ഒക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടില്ലേ. പക്ഷേ അതൊക്കെ നമ്മുടെ നാട്ടിൽ വെറും ഒരു ബുക്ക് പിക്ചർ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ക് യു പറയും, ചെറിയ മിസ്റ്റേക്സിന് സോറി ചോദിക്കും, എക്സ്ക്യൂസ് മീ ചോദിക്കും. അതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറി UK വന്നതിന് ശേഷം. ഇപ്പം നമ്മൾ ബസ് ഇറങ്ങുമ്പോഴാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ തിരിഞ്ഞു നിന്നിട്ട് ഓക്കെ ചേട്ടാ താങ്ക് യു എന്ന് നമ്മൾ ആരും പറയാറില്ല. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ട ആളായി പോകും. നമുക്കെന്ത് പ്രശ്നമുണ്ടെന്ന് ആളുകൾ വിചാരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ താങ്ക് യു പറയുമ്പം അവർ നമ്മളെ തിരിച്ച് ഗ്രീറ്റ് ചെയ്യും. അത് ഇവരുടെ എന്താ പറയുക, ഇവരുടെ ഒരു കേർട്ടസിയാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മളത് എല്ലായിടും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പായി. ഇപ്പം മുന്നത്തെ സ്റ്റോപ്പ് ബസ് പാസ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ സ്റ്റോപ്പ് ബസ് പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബസ് അപ്പം നമ്മൾ സുരക്ഷിതമായി നമ്മുടെ സ്റ്റോപ്പിൽ എത്തിച്ചിട്ട് അവരുടെ ജേർണി കണ്ടിന്യൂ ചെയ്യുവാണ്. നല്ലൊരു പ്ലസൻറ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വോക്കൊക്കെ ഇവിടെ നടത്തി സിറ്റിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിത് തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ഇവിടെ വേറൊരു കൂട്ടം ഞാൻ കാണിച്ചിട്ട് ഇവിടുത്തെ തിയേറ്റർ. ഇപ്പം നമ്മുടെ സിനി വേൾഡ്, ഈ മുകളിൽ കാണുന്നതാണ് സിനി വേൾഡ്. ഇവിടെ ഒരുവിധപ്പെട്ട മലയാള സിനിമകളൊക്കെ വരാറുണ്ട്. ഇപ്പം നമ്മളിത് ചോപ്പ് സ്റ്റിക്കിന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ചും കൂടെ മേടിച്ചിട്ട് നമ്മൾ പോവുകയാണ്. ഈ ഒരു ചെറിയ ട്രാവൽ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു UK വിശേഷമായി ഉടനെ കാണാം. അപ്പം ബൈ ബൈ, ടേക്ക് കെയർ.